നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിന് പ്രഖ്യാപിച്ച് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. 76ാമത് സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി കില ഹെഡ്ക്വാർട്ടേഴ്സിലും കില സെന്ററുകളിലും റിപ്പബ്ലിക് ദിനാഘോഷം. ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് കിലയിൽ സമ്മതിദായക പ്രതിജ്ഞ. ദേശീയ ടൂറിസം ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖൽബിലെ ബേക്കൽ ടൂറിസം ദിനാഘോഷവും നിക്ഷേപക സംഗമവും ഹാപ്പിനെസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ ഗ്രാമകോടതിയുള്ള ആദ്യ മണ്ഡലമായി തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടി ചിറക്കടവ് പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലായിരുന്നു പ്രഖ്യാപന ചടങ്ങ്. 6000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നഗരസഭ MCF ഒരുക്കിയിരിക്കുന്നത്. ജൈവം, അജൈവം, സാനിറ്ററി വേസ്റ്റ്, കെട്ടിട മാലിന്യം എന്നിങ്ങനെ തരംതിരിച്ചായിരുന്നു മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ ഊർജിതമാക്കിയത്. പ്രഖ്യാപന ചടങ്ങിൽ PP മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 76ാമത് സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി കില ഹെഡ്ക്വാർട്ടേഴ്സിലും കില സെന്ററുകളിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. കില ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിൽ കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ KP, അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മിറാഷ് OS, കില ഫാക്കൽറ്റി ഡോക്ടർ വിനീത, കില ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കില CHRDയിൽ ഡയറക്ടർ V. സുദേശൻ പതാക ഉയർത്തി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. കില CSEDയിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി ഡയറക്ടർ അനു പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. മണ്ണുത്തി കില സെന്റർ ഫോർ ഗുഡ് ഗവേണൻസിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ അയന PN പതാക ഉയർത്തി. പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നഗരത്തെ ഹരിത പട്ടണമായി പ്രഖ്യാപിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ് ഫേസ്ബുക്ക് പേജിൽ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഞായറാഴ്ച തുടങ്ങി ഈ മാസം 31 വരെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഹരിത പ്രഖ്യാപനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് കൂറ്റനാടിനെയും ഹരിത പട്ടണമായി പ്രഖ്യാപിച്ചത്. തൃത്താല മണ്ഡലത്തിലാണ് കൂറ്റനാട് സ്ഥിതി ചെയ്യുന്നത്. ശുചീകരണ തൊഴിലാളികളുടെ ഇടപെടലുകളിലൂടെ നഗരം പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷമാണ് പ്രഖ്യാപനം നിർവഹിച്ചത്. തുടർന്ന് വൃത്തിയായി സൂക്ഷിക്കാനായി ബിന്നുകൾ സ്ഥാപിക്കുകയും തൊഴിലാളികളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. വഴിയോരങ്ങളിലും പൊതുനിരത്തുകളിലും പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൂറ്റനാട് ടൗണിനെ ഹരിതപട്ടണമായി പ്രഖ്യാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ടീം അംഗങ്ങളെ മന്ത്രി M.B. രാജേഷ് അഭിനന്ദനം അറിയിച്ചു. ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് കിലയിൽ സമ്മതിദായക പ്രതിജ്ഞ സംഘടിപ്പിച്ചു. കില ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പ്രതിജ്ഞാ ചടങ്ങിൽ കില അസിസ്റ്റന്റ് പ്രൊഫസർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർ മോനിഷ് ജോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ KP നേതൃത്വം നൽകി. കില ജീവനക്കാർ, പരിശീലനാർത്ഥികൾ തുടങ്ങിയവർ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് ജനുവരി 25-ന് സമ്മതിദായകരുടെ പ്രതിജ്ഞ നടത്താൻ തെരഞ്ഞെടുപ്പ് വകുപ്പ് എല്ലാ വകുപ്പ് മേധാവികൾക്കും നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് സമ്മതിദായക സത്യപ്രതിജ്ഞ ചൊല്ലൽ സംഘടിപ്പിച്ചത്. കിലയുടെ കൊട്ടാരക്കര CHRD സെന്ററിൽ നടന്ന പ്രതിജ്ഞാ ചടങ്ങിൽ കില ഫാക്കൽറ്റി ഡോക്ടർ വിനോദ് കുമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദേശീയ ടൂറിസം ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഖൽബിലെ ബേക്കൽ ടൂറിസം ദിനാഘോഷവും നിക്ഷേപക സംഗമവും ഹാപ്പിനെസ് ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ ടൂറിസം ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ റെയിൽവേ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാനാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. രൂപേഷ് കുമാർ, DTPC സെക്രട്ടറി ജിജേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശകുന്തള, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ G. സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഖൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച നിക്ഷേപക സംഗമം ഗതാഗത മന്ത്രി K. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ തുടങ്ങിയവർ സംസാരിച്ചു.
സാമൂഹ്യ ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും വ്യവസായ സംരംഭകരെയും ആദരിച്ചു. ഖൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. 2 പരിപാടികളിലും CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. ഇന്ത്യയിൽ ഗ്രാമകോടതിയുള്ള ആദ്യ മണ്ഡലമായി തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം. വ്യവഹാരരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രാമകോടതി സ്ഥാപിച്ചത്. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ 10 ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാണ് വ്യവഹാരരഹിത ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ടത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് വാമനപുരം മണ്ഡലത്തിലും ബ്ലോക്കിലും ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ DK മുരളി MLA അധ്യക്ഷത വഹിച്ചു. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് G കോമളം, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ താലൂക്ക് തല റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വാമനപുരം മണ്ഡലം വികസന സമിതിയും വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ ലീഗൽ അതോറിറ്റിയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരാതിപ്പെട്ടികളിൽ എഴുതി സമർപ്പിക്കുന്ന സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള ഏതു പരാതികളും ഗ്രാമകോടതിയുടെ അദാലത്തിൽ പരിഗണിക്കപ്പെടും. എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ചയാണ് ഗ്രാമകോടതിയിൽ അദാലത്ത് നടക്കുക. പരാതികൾ ശേഖരിച്ച ശേഷം ലീഗൽ സർവീസ് ടീം പരാതിക്കാർക്ക് നോട്ടീസ് അയക്കും. തുടർന്നായിരിക്കും അദാലത്ത് നടക്കുക. പരാതികൾ പരിഗണിച്ച ശേഷം നിയമജ്ഞരുടെ സാന്നിധ്യത്തിൽ പരിഹാര നടപടി സ്വീകരിക്കും. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടി ചിറക്കടവ് പഞ്ചായത്ത്. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് പ്രഖ്യാപനം നടത്തി. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. 1 വർഷത്തെ തീവ്രയജ്ഞ പരിപാടിയിലൂടെയായിരുന്നു ഈ നേട്ടം കൈവരിച്ചത്. കിലയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലൂടെയാണ് സാക്ഷരതാ യജ്ഞത്തിന് അംഗീകാരം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കില ഫാക്കൽറ്റി ഡോക്ടർ അമൃതരാജ്, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, അഡ്വക്കേറ്റ് ജോളി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭ സ്ഥാപിച്ച വയോജന പാർക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. നഗരസഭയിലെ 42ാം വാർഡിലെ കാറമേലിൽ 12 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ചതാണ് വയോജന പാർക്ക്. മേഖലയിലെ വയോജനങ്ങളെ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ആദരിച്ചു. വാർഡ് കൗൺസിലർ VK നിഷാദ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ C ജയ, കൗൺസിലർമാരായ E ഭാസ്കരൻ, T ദാക്ഷായണി, PV സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കിലയുടെ ആഭിമുഖ്യത്തിൽ മൂടാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള ത്രിദിന പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ CK ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ സുധീഷ് കുമാർ CP ആമുഖാവതരണം നടത്തി. കില ജനകീയാസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ പ്രമോദ് കുമാർ PG അധ്യക്ഷത വഹിച്ചു. പന്തലായനി, മേലടി ബ്ലോക്ക് സേവനപരിധിയിലെ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള 70ഓളം നിർവഹണ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. കില CHRD സെന്ററിൽ ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണം നിയമം സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണം 2019, ചട്ടങ്ങൾ 2020 എന്നിവയുടെ വ്യവസ്ഥകളെക്കുറിച്ചായിരുന്നു ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. സെന്റർ ഡയറക്ടർ സുദേശൻ B പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിലയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും സഹകരിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾക്ക് കൊല്ലം ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 10 ഗ്രാമപഞ്ചായത്തുകൾ, 5 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റികൾ എന്നിവയുടെ പദ്ധതികൾക്കാണ് അംഗീകാരമായത്. 2025-26 വാർഷിക പദ്ധതി രൂപീകരണം ഉടനെ പൂർത്തീകരിക്കുന്നതിന് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ, ജില്ലാതല ജൈവ വൈവിധ്യ രജിസ്റ്റർ, കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്, ജല ബജറ്റ്, മറൈൻ അക്വേറിയം, തുടർ സാക്ഷരതാ പ്രവർത്തനങ്ങൾ, ABC പ്രോഗ്രാം, ഹെൽത്ത് ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട് സ്ഥലമില്ലാത്ത PHC സബ് സെൻ്ററുകൾക്ക് സ്ഥലം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവ വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കാൻ യോഗം നിർദ്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ ചേർന്ന ആസൂത്രണ സമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ N ദേവിദാസ്, സർക്കാർ നോമിനി M വിശ്വനാഥൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, സബ് കളക്ടർ നിഷാന്ത് സിൻഹാര, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PJ ആമിന, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ കില റിസർച്ച് അസോസിയേറ്റും SDG കോർഡിനേറ്ററുമായ സുകന്യ KU ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുന്നത്ത് ദുർഗാപ്രസാദം ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന കരട് രേഖ അവതരണം നടത്തി. M കണ്ണൻ നായർ, K കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമ്മർ, A ദാമോദരൻ, MG പുഷ്പ, ലക്ഷ്മി തമ്പാൻ എന്നിവർ സംസാരിച്ചു.
തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പദ്ധതികളുടെ ക്രോഡീകരണവും നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജു നന്ദിയും പറഞ്ഞു. സമ്പൂർണ്ണ നിയമ സാക്ഷരതാ പദ്ധതിയുമായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ തുടക്കമിട്ട പദ്ധതിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബു നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി മുരളി അധ്യക്ഷനായി. സീനിയർ സിവിൽ ജഡ്ജ് എസ് ഷംനാഥ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് പരിധിയിലെ 8 പഞ്ചായത്തുകളെയും നിയമ സാക്ഷരരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം അഫ്സൽ SR നന്ദിയും പറഞ്ഞു. വിജ്ഞാന കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ജോബ് സ്റ്റേഷനുകൾ പ്രവർത്തിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ്റെയും കിലയുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കേരള നോളജ് ഇക്കോണമി മിഷൻ ഉപദേശക സമിതി ചെയർമാനും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് സെഷൻ ഉദ്ഘാടനം ചെയ്തു. കില RDSA ജില്ലാ കോർഡിനേറ്റർ വിനീത് K സ്വാഗതം പറഞ്ഞു. ജനകീയ ആസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ പ്രമോദ് കുമാർ PG അധ്യക്ഷത വഹിച്ചു. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സ്വർണലത C ആശംസകൾ നേർന്നു. കേരള നോളജ് ഇക്കോണമി മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് KDIS, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ തുടങ്ങിയവർ വിവിധ പരിശീലന സെഷനുകൾ നയിച്ചു. കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ, തോടന്നൂർ ബ്ലോക്കുകളുടെ കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള ത്രിദിന പരിശീലനം നൽകി. സംസ്ഥാന ആസൂത്രണ ബോർഡും കിലയും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കുന്നുമ്മൽ ബ്ലോക്കിൽ സംഘടിപ്പിച്ച പരിശീലനം കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ പ്രമോദ് കുമാർ PG സ്വാഗതം പറഞ്ഞു. കുന്നുമ്മൽ, തോടന്നൂർ ബ്ലോക്കുകളുടെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ നിന്നായി 88 നിർവഹണ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. അർഹതപ്പെട്ട മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്തായി ആളൂർ. ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സഹായക സാങ്കേതിക വിദ്യാ പരിശീലന പരിപാടിയും പഞ്ചായത്ത് പദ്ധതിയും സംയോജിപ്പിച്ചാണ് നേട്ടത്തിലെത്തിയത്. ടാപ്പ് 1ാം ഘട്ട വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. സഹായക ഉപകരണങ്ങൾ ആവശ്യമുള്ളവരെ കണ്ടെത്താൻ അങ്കണവാടി, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് പരിശീലനം നൽകും. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്തുബാബു മുഖ്യപ്രഭാഷകനായി. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ICDS സൂപ്പർവൈസർ രാഗി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷൈനി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് മധ്യഭാഗത്ത് പറയിപ്പറ്റ പന്തിരു കുലപ്പെരുമ വിളിച്ചോതുന്ന വായില്യാംകുന്ന് ക്ഷേത്രം ഉൾപ്പെടുന്ന ഗ്രാമപ്രദേശമാണ് കടമ്പഴിപ്പുറം. 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള ഈ പ്രദേശത്ത് 39,000-ഓളം ജനങ്ങൾ 13,000-ഓളം വീടുകളിലായി താമസിച്ചു വരുന്നു. ഇവിടെയുള്ള 60% ജനങ്ങൾ കാർഷിക മേഖലയെ ഉപജീവനമാർഗമായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. 38 കുളങ്ങളാലും ഭാരതപ്പുഴയുടെ കൈവഴിയായ കരിമ്പുഴപ്പുഴയുടെ സാന്നിധ്യത്താലും ജലസമ്പുഷ്ടമായ പ്രദേശത്ത് കാഞ്ഞിരപ്പുഴ കനാലുകൾ വഴിയുള്ള ജലസേചനം കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് സുഗമമായ പാതയൊരുക്കുന്നു. നെൽകൃഷിക്കായി മാത്രം 300 ഹെക്ടർ പ്രദേശം ഉപയോഗിക്കുന്നതിനും 28 പാടശേഖരങ്ങളിലെ 900-ഓളം കർഷകർക്ക് 16 ലക്ഷം രൂപ ഉൽപാദന ബോണസായും ഉഴവുകൂലിയായും അനുവദിക്കാൻ സാധിച്ചത് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. 2021-22 സാമ്പത്തിക വർഷം ഉൽപാദന മേഖലയിൽ നെൽകൃഷിക്കായി 24 ലക്ഷം രൂപയും ഗ്രോബാഗ് വിതരണത്തിനായി 2.68 ലക്ഷം രൂപയും പച്ചക്കറി വികസനത്തിനായി 2 ലക്ഷം രൂപയും സുഗന്ധവ്യഞ്ജന ഉൽപാദനത്തിൽ ഇഞ്ചി, മഞ്ഞൾ കൃഷിക്കായി 67,000 രൂപയും ചെലവഴിക്കുന്നതിന് പഞ്ചായത്തിന് സാധിച്ചു. 2021-22 സാമ്പത്തിക വർഷം കന്നുകുട്ടി പരിപാലനത്തിനായി 12 ലക്ഷം രൂപയും പശുവളർത്തലിന് 6 ലക്ഷം രൂപയും ആടുവളർത്തലിന് 5 ലക്ഷം രൂപയും മുട്ടക്കോഴി വിതരണത്തിന് 2,22,000 രൂപയും ചെലവഴിക്കുന്നതിന് പഞ്ചായത്തിന് സാധിച്ചു. ഇതിനു പുറമെ പോത്തുകുട്ടി വിതരണത്തിന് 45,000 രൂപയും ചെലവഴിച്ചു.
അതോടൊപ്പം ആട്ടിൻകൂട് നിർമ്മാണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 39 ലക്ഷം രൂപ ചെലവഴിച്ചതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. വനിതാ ക്ഷീര സഹകരണ സംഘം ഉൾപ്പെടെ 5 ക്ഷീര സഹകരണ സംഘങ്ങളാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ സഹകരണ സംഘങ്ങൾ വഴി പ്രതിദിനം 5000 ലിറ്ററോളം പാൽ സംഭരണം ചെയ്യുന്നതിന് പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. കൂടാതെ ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവായി 12 ലക്ഷം രൂപയും അനുവദിക്കുന്നതിന് പഞ്ചായത്തിന് കഴിഞ്ഞ വർഷം സാധിച്ചു. കഴിഞ്ഞ വർഷം, അതായത് 21-22 വർഷത്തിൽ മൃഗസംരക്ഷണത്തിൽ, അതായത് ഉൽപ്പാദന മേഖലയിൽ ഏതാണ്ട് 25 ലക്ഷം രൂപയോളം പദ്ധതി വിധത്തിൽ ഉൾപ്പെടുത്തി കർഷകർക്ക്, സാധാരണ ക്ഷീരകർഷകർക്ക് നൽകുന്ന പദ്ധതികളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്നതിന് കൃഷി അനുബന്ധ മേഖലകളിലായി കഴിഞ്ഞ വർഷം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് 70 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്തു വരുന്ന ഒരു പഞ്ചായത്താണ് കടമ്പഴിപ്പുറം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ, അതായത് 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ നെൽകൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ സുഗന്ധവ്യഞ്ജന വിളകൾക്ക്, ഇഞ്ചിക്ക്, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവ്യഞ്ജന വിളകൾക്കും പ്രാധാന്യം നൽകി വന്നിരുന്നു. കൂടാതെ തെങ്ങ് കൃഷിയിലും നമുക്ക് ശാസ്ത്രീയ വിളപരിപാലന മുറയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തുടർന്നും ഈ മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി വിപ്ലവകരമായ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനാണ് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നത് എന്ന് ഊന്നിപ്പറയാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ നടത്തിയ മുന്നേറ്റങ്ങളെ പരിചയപ്പെടാം. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി താമരശ്ശേരി. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി താമരശ്ശേരി കോഴിക്കോട് വയനാട് നാഷണൽ ഹൈവേ 766 സൈഡ് 2.4 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനും വൈത്തിരി താലൂക്ക് ആശുപത്രിക്കും ഇടയിൽ വരുന്ന ഏക ഫസ്റ്റ് റഫറൽ യൂണിറ്റായി കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 67 ബെഡോടുകൂടി താലൂക്ക് ആശുപത്രി താമരശ്ശേരി പ്രവർത്തിക്കുന്നു. കാർഷിക മേഖലയെയും ചെറുകിട കച്ചവടങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള 42,000 സാധാരണ ജനങ്ങളുടെയും സമീപ പ്രദേശങ്ങളിലെ 6 പഞ്ചായത്തുകളിലെ ആദിവാസി ജനങ്ങളടക്കം 3 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി താമരശ്ശേരി. (1927) റൂറൽ ഡിസ്പെൻസറിയായി പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 2002 സാമൂഹികാരോഗ്യ കേന്ദ്രമായും 2008 താലൂക്ക് ആശുപത്രിയായും ഉയർത്തപ്പെട്ടു. ഇപ്പോൾ ഗൈനക്കോളജി, അനസ്തേഷ്യ, പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി തുടങ്ങിയ സ്പെഷ്യാലിറ്റികളോടുകൂടി പ്രവർത്തിക്കുന്നു. കൂടാതെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി, ലാബ്, ഫാർമസി, എക്സ്റേ, ആംബുലൻസ്, ബ്ലഡ് സ്റ്റോറേജ്, കുടുംബാസൂത്രണം, പൊതുജനാരോഗ്യം, സാന്ത്വന പരിചരണം, ഡയാലിസിസ്, ഫിസിയോതെറാപ്പി, ജീവിതശൈലി നിർണ്ണയ ക്ലിനിക്ക്, ദന്തരോഗ വിഭാഗം, കൗമാര ആരോഗ്യ ക്ലിനിക് തുടങ്ങിയ സേവനങ്ങളും ആശുപത്രിയിൽ ലഭ്യമാണ്. ദിവസേന 1200ഓളം രോഗികൾ വിവിധ വിഭാഗങ്ങളായി ചികിത്സ നേടുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ അമ്പിളിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. ഞാൻ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ആർ അമ്പിളിയാണ്.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലകളിൽ നമ്മുടെ എത്ര വ്യക്തികളുണ്ടെന്ന് കണ്ടെത്തി. ഇപ്പോൾ നമ്മുടെ കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ 74 അതിദാരിദ്ര്യ വ്യക്തികളാണുള്ളത്. അവിടെ പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് എന്തെല്ലാമാണ് ആവശ്യമെന്ന് അവരിൽ നിന്നും തിരക്കിയിട്ട് ആദ്യമായിട്ട് അവർക്ക് ആധാർ കാർഡില്ലാത്തവർക്ക് ആധാർ കാർഡ് എടുത്തു കൊടുക്കുകയും റേഷൻ കാർഡ് ഇങ്ങനെയുള്ള രേഖകൾ ആദ്യമായി നൽകുകയും പിന്നെ അവർക്ക് വീടുണ്ടോ എന്ന് അന്വേഷിച്ച് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയും വസ്തു ഇല്ലാത്തവർക്ക് വസ്തു നൽകുകയും വസ്തുവും വീടുമുള്ളവർക്ക് ടോയ്ലറ്റ് സംവിധാനം ഒരുക്കുകയും അതുപോലെ തന്നെ മറ്റ് എന്താണ് അവർക്ക് ആവശ്യം എന്ന് അന്വേഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അതിദാരിദ്ര്യ വ്യക്തികൾക്ക് നമ്മുടെ കിറ്റുകൾ അവരുടെ വീടുകളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കിറ്റുകൾ എന്ന് പറയുമ്പോൾ ഓണം, ക്രിസ്മസ് ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ കുടിശ്ശിക വരുന്ന മാസങ്ങളിലുള്ള കിറ്റുകൾ ഒരുമിച്ച് 2-3 കിറ്റുകളാണ് അങ്ങനെ കൊണ്ട് അവരെ വീടുകളിൽ എത്തിക്കുന്നുള്ളത്. കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? കാർഷിക മേഖല എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കാർഷിക കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൃഷി, അതായത് പച്ചക്കറി തൈകളും തെങ്ങ് തൈകൾ ഇങ്ങനെ ഫലവൃക്ഷ തൈകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയും പിന്നെ കർഷകരെ കണ്ടെത്തി തരിശു ഭൂമികളെ കൃഷി നിലമാക്കി മാറ്റുകയും പിന്നെ പാട്ടകൃഷിക്ക് എടുക്കുന്നവർക്ക് നല്ല നല്ല പ്രോജക്റ്റ് കൃഷിയുടെ ഭാഗമായിട്ട് നൽകിക്കൊണ്ട് കൃഷി നൽകാൻ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വാഴക്കൃഷി പ്രോത്സാഹനമുണ്ട്, പച്ചക്കറി കൃഷി പ്രോത്സാഹനമുണ്ട്, നല്ല മോഡൽ തെങ്ങ് തൈകൾ അങ്ങനെയുള്ള തൈകൾ കൃഷി ഓഫീസ് മുഖേന വരുത്തി കർഷകരെ ഏൽപ്പിക്കാറുണ്ട്. പിന്നെ അവർക്ക് എന്തൊക്കെ കൃഷികളാണ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് കൃഷിക്കാരെ വിളിച്ച് കൃഷിഭവനിൽ മീറ്റിംഗ് കൂടിക്കൊണ്ട് അവരുടെ കൃഷിക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനം നൽകി മരച്ചീനി കൃഷി, അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷി, പിന്നെ വാഴക്കൃഷി, തെങ്ങൻ തൈ നട്ടുപിടിപ്പിക്കൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് കൃഷിയിലേക്ക് അവരെ ഉൾപ്പെടുത്താറുണ്ട്. അടുത്തതായി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി എന്തെല്ലാം പ്രോത്സാഹനങ്ങളും? ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഉള്ള ആരോഗ്യ മേഖല ഒന്ന് FHSC കുന്നത്തുകാൽ. ആ കുന്നത്തുകാൽ സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന കുറേ നമ്മുടെ സബ് സെൻറ്ററുകളുണ്ട്. സബ് സെൻറ്ററുകളിൽ നമുക്ക് 17 സബ് സെൻറ്ററുകളാണ് നമ്മുടെ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകളായിട്ടുള്ളത്. അതിൽ നമ്മുടെ കോർണങ്കോട് വാർഡിലെ സബ് സെൻറ്ററിൽ കായികൽപ്പ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് സബ് സെൻറ്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. FHSൽ നമ്മളിപ്പോഴും ഒരു 2,74,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനമുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവർകളാണ് ഉദ്ഘാടനം ചെയ്തത്. നല്ല രീതിയിൽ തന്നെയാണ് FHS പ്രവർത്തിച്ചു പോകുന്നത്. ഒരു ദിവസം 300-350 പേഷ്യൻ്റ് വരെ ഉണ്ട്. അതിൻ്റെ കീഴിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മാസത്തിൽ 1-2 തവണ പാലിയേറ്റീവ് കെയറിൻ്റെ സിസ്റ്റർമാരും അതിൻ്റെ ആശാ വർക്കർ പ്രവർത്തകന്മാരും വീടുകളിൽ പോയി അവരെ സന്ദർശിച്ച് പരിപാലിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ നല്ല ആക്റ്റീവുള്ള ഒരു മെഡിക്കൽ ഓഫീസറാണ് ഇപ്പോഴും മാറി വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 350 പേഷ്യൻ്റ് OP പേഷ്യൻ്റായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇൻ പേഷ്യൻ്റായിട്ട്, അതായത് കിടത്തി ചികിത്സയ്ക്കുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഏർപ്പാടുകൾ നടത്തി വരുന്നുണ്ട്. അടുത്ത ഉടനെ തന്നെ അത് ആരംഭിക്കുകയും ചെയ്യും. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി നമ്മുടെ കുടുംബശ്രീ വഴി വനിതകൾക്കായി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കീഴിൽ ജെൻഡർ എന്നുള്ള ഒരു ബീന എന്ന് പറയുന്ന ഒരു മേഡത്തിനെ വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലേക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കോർഡിനേറ്ററെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലസഭ, ബാലസംഘം, ബാലപഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. പിന്നെ കുടുംബശ്രീയിൽ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി സംരംഭങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ALG ഗ്രൂപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഈ വയോജനങ്ങളെ കൊണ്ട് നമ്മുടെ ടൂർ പോകാറുണ്ട്. വയോജനങ്ങൾക്ക് നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് മാസം തോറും 5000 രൂപ എന്നുള്ള രീതിയിൽ ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. വയോജനങ്ങളെ നല്ല രീതിയിൽ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. പിന്നെ കുട്ടികളെ ബാലസംഘത്തിൻ്റെ പേരിലുള്ള എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ
കുടുംബശ്രീ വഴി നടത്തി വരുന്നുണ്ട്. മോഡൽ CDS എന്നുള്ള ഒരു അംഗീകാരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനമാണ് മോഡൽ CDS ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുടുംബശ്രീയിൽ. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കുടുംബശ്രീ വഴി നടന്നു വരുന്നത്. ഒരുപാട് സംരംഭങ്ങളുണ്ട്. 480 ഗ്രൂപ്പുണ്ട് 21 വാർഡിലായിട്ട്. അതിലെല്ലാ ഗ്രൂപ്പുകളിലും നല്ല സംരംഭങ്ങൾ നടത്തി വരുന്നുണ്ട് വനിതകൾ. പിന്നെ നമ്മുടെ ബൾക്ക് ലോൺ കൊടുക്കാറുണ്ട്. 6 കോടി രൂപ ബൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കൊടുത്ത 3 കോടി രൂപയും അവർ തിരിച്ചടവ് നടത്തിയിട്ടുണ്ട്. ഇപ്പം 2 മാസത്തിനുള്ളിൽ 3 കോടി രൂപ 33 ഗ്രൂപ്പുകൾക്കായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അടുത്തതായി നമ്മൾ ദുരന്ത നിവാരണത്തിന് വേണ്ടി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ്? അവിടെ ദുരന്ത സാധ്യത ഉള്ള പ്രദേശമല്ല. നമ്മുടെ മലയോര ഗ്രാമപഞ്ചായത്താണ്. അഥവാ വന്നാൽ ഉള്ള മുൻകരുതലുകൾ കൊടുക്കുന്നതിലേക്ക് വേണ്ടി അതിനുള്ള വ്യക്തികളെ നമ്മൾ പഞ്ചായത്തിൽ വിളിച്ച് മീറ്റിംഗ് കൂടി അവർക്ക് അതിനുള്ള ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. വരാതിരിക്കാനാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ ഓരോ പഞ്ചായത്തിലും വിളിച്ച് കൂട്ടി ഇങ്ങനെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുന്നത്തേൽ പഞ്ചായത്തിലും അതിൻ്റെ ടീമുകളെ വിളിച്ച് ബോധവൽക്കരണ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി ടൂറിസം മേഖലയ്ക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്? ടൂറിസം മേഖലയിൽ നമ്മുടെ കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിൽ ഇരട്ടക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ആ കുളത്തിൽ നമ്മളിപ്പം വർക്ക് നടന്നു വരികയാണ്. അതായത് വൈകുന്നേരമുള്ള വിശ്രമ കേന്ദ്രം, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള കളിസ്ഥലം, പാർക്കുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരട്ടക്കുളം എന്ന സ്ഥലത്ത് വർക്കുകൾ നടന്നു വരുന്നുണ്ട്. അതിലും എല്ലാ ഫണ്ടുകളുണ്ട്. MLA ഫണ്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുണ്ട്, MNRGയുടെ നമ്മുടെ തൊഴിലുറപ്പ് മുഖേനയുള്ള MGNRGയുടെ ഫണ്ടുണ്ട്. അങ്ങനെ കുറേ ഫണ്ടുകൾ ഉപയോഗിച്ച് വർക്കുകൾ നടന്നു വരുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മുടെ കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകളാണുള്ളത്. 21 വാർഡുകളിൽ 42 ഹരിതകർമ്മ സേനാംഗങ്ങളെ വെച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഒരു മാസത്തിൽ 3-4 തവണ വാർഡുകളിൽ പോയി മാലിന്യങ്ങൾ സംഭരണമായിട്ട് എടുക്കാറുണ്ട്. എടുത്ത് അത് സെഗ്രിഗേഷൻ എന്ന ഒരു രീതിയിലോട്ട് പോയി തിരഞ്ഞ് നമ്മൾ ഗ്രീൻ കേരള കമ്പനിക്ക് കയറ്റി വിടാറുണ്ട്. നല്ല രീതിയിലാണ് മാലിന്യ സംസ്കരണവുമായി നമ്മുടെ കുന്നത്തേൽ പഞ്ചായത്ത് പ്രവർത്തിച്ചു വരുന്നത്. അതായത് മാസം തോറും അവരുടെ 2 തവണ അവരുടെ അവലോകന മീറ്റിംഗ് വിളിക്കും. എത്ര രൂപയാണ് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്, കളക്ഷൻ കിട്ടാത്ത വാർഡുകളെ പ്രത്യേകിച്ച് അവർക്ക് ബോധവൽക്കരണം കൊടുത്ത് നല്ല രീതിയിലുള്ള കളക്ഷനിലേക്ക് പോകുന്നതിലേക്ക് വേണ്ടി അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് 21 വാർഡുകളുമായിട്ട് ഓരോ വാർഡിലും 2 മിനി MCF വെച്ച് MCF ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു മാർക്കറ്റുണ്ട്. അതായത് കുറുവാട് കുന്നത്തേൽ പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ആ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമുക്ക് MCF ഉണ്ട്. പിന്നെ തുമ്പൂർ മൊഴിയുണ്ട്. പിന്നെ ഈ വേസ്റ്റ് വെള്ളം സംഭരിക്കുന്നതിലേക്ക് വേണ്ടി മീൻ വേസ്റ്റും അതൊക്കെ കൊണ്ടിടുന്നതിലേക്ക് വേണ്ടി സോഫിറ്റ് ഉണ്ട്. പിന്നെ ബയോ കമ്പോസ്റ്റ് ഉണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ആ മാർക്കറ്റിനകത്ത് ഉണ്ട്. ഇനി ഭാവി പ്രവർത്തനങ്ങൾ ഇതിൽ നല്ലതാണ്. നമ്മുടെ കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നല്ല വികസനങ്ങളാണ് നടന്നു വരുന്നത്. പക്ഷേ ഒന്നും നമുക്ക് പുറലോകം അറിയുന്നില്ല എന്നുള്ള സത്യാവസ്ഥയുണ്ട്. നമ്മുടെ ഈ കോവിഡ് സമയത്ത് നമ്മുടെ ഒരു ശ്മശാനത്തിന് വേണ്ടി നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബോഡികളൊക്കെ കൊണ്ട് ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ശ്മശാനത്തിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മളൊരു ശ്മശാനം നമുക്ക് നേരത്തെ തറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുട്ട സാറെന്ന് പറഞ്ഞൊരു സാറ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒരു 60 സെൻറ്റ് തറ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പല ഭരണസമിതികളും മാറി വന്നപ്പോൾ നടക്കാതെ ആയിപ്പോയി. ഇപ്പം നമുക്ക് ഈ കോവിഡ് വന്നതിൻ്റെ കാരണത്താൽ നമ്മുടെ ആ ശ്മശാനം ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. മനോഹരമായ പൂന്തോട്ടവും എല്ലാ സൗകര്യവും, ഓഫീസ് സൗകര്യങ്ങളും, അതുപോലെ നേരെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളൊരു കുളമുണ്ട്. പിന്നെ ഇലക്ട്രിക് കണക്ഷനുകളുണ്ട്, പൈപ്പ്, കുടിവെള്ളം, ബാത്റൂം, എല്ലാ സൗകര്യങ്ങളോടെ. അതുപോലെ തന്നെ ഈ വേസ്റ്റുകൾ വന്ന് വീഴുന്നതിലേക്ക് പ്രത്യേകിച്ച് ഒരു ടാങ്ക് എടുത്ത് അതിനകത്താണ് ഈ വേസ്റ്റുകളൊക്കെ, നമ്മുടെ ബോഡി കത്തിച്ച് വീഴുന്ന വേസ്റ്റുകൾ ചെന്ന് വീഴുന്നതിലേക്കുള്ള വലിയൊരു ടാങ്ക് എടുത്ത് അത് മൂടിയിട്ടിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും കൂടി നല്ലൊരു ഗ്യാസ് ശ്മശാനം നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുണ്ട്. പിന്നെ നമ്മുടെ UPS സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സിവിൽ സർവീസിൻ്റെ കോച്ചിങ് സെൻ്ററുണ്ട്. പിന്നെ ഗവേഷണ ക്ലാസ്സുകൾ എടുക്കുന്നതിലേക്ക് വേണ്ടി കോച്ചിങ് സെൻറ്റർ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നില്ല. അതായത് 4-ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികളെ അവരുടെ ബുദ്ധി അനുസരിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഗവേഷണ
ശാസ്ത്രജ്ഞന്മാരാക്കുന്നതിലേക്കുള്ള രീതിയിലുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ബുദ്ധിയുള്ള കുട്ടികളെ കണ്ടെത്തി ഗവേഷണ ക്ലാസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് വർണ്ണക്കൂടാരം എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നടത്തി പ്രോജക്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ MLA അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കുന്നത്തേൽ പഞ്ചായത്തിൻ്റെ കീഴിൽ 2 സ്കൂളിൽ നമ്മൾ ആ വർണ്ണക്കൂടാരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് നടത്തിയിട്ടുണ്ട്. അതായത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് പ്രോത്സാഹനത്തിന് വേണ്ടി അവർ കൊച്ചുനാളിൽ തന്നെ അവരുടെ ബുദ്ധികളെ വികസിപ്പിക്കുന്നതിലേക്ക് വേണ്ടി 13 ഇടങ്ങളായി കണ്ടുപിടിച്ച് അവർ 13 സ്ഥലങ്ങളിൽ അവർ ഓരോ പ്ലാനുകളും അവർക്ക് കണ്ട് മനസ്സിലാക്കി അത് രീതി പ്രവർത്തിക്കുന്നതിലേക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഇനി പഞ്ചായത്തിൻ്റെ കീഴിൽ HWLPS സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെയും അതിൻ്റെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതും ആരംഭിക്കും, വർണ്ണക്കൂടാരം എന്നുള്ളൊരു പരിപാടി. ഇനി ലക്ഷ്യപദ്ധതികൾ എന്ന് പറയാം. ലക്ഷ്യപദ്ധതി എന്ന് പറയുമ്പം നമുക്ക് അടുത്ത് നമ്മൾ കുറേ പ്രോജക്റ്റുകൾ ചെയ്ത് പകുതിയിൽ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് ലക്ഷ്യത്തിലോട്ട് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട്. അത് ഈ 1 വർഷത്തിന് മുന്നിൽ തന്നെ, അതായത് ഈ ഭരണസമിതിയുടെ കാലത്തിന് മുന്നേ അത് പൂർത്തീകരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതായത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ, അത് നേരത്തെ കുറേ ഫണ്ട് ഉപയോഗിച്ച് പകുതി സ്റ്റേജിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടി നമ്മളത് ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ അത് പൂർത്തീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് ടേക്ക് എ ബ്രേക്ക്, അത് ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കാരക്കോണം ജംഗ്ഷനിൽ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. പിന്നെ കുറേ കാര്യങ്ങൾ, നമ്മുടെ വെയിറ്റിംഗ് ഷെഡുകളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുറേ സ്ഥലങ്ങളിൽ വെയിറ്റിംഗ് ഷെഡൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ കുറേ ഫണ്ടുകൾ ഉപയോഗിച്ച്, MLA ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 7 സ്ഥലത്ത് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാൻ വേണ്ടി പണി ആരംഭിച്ചു. അടുത്ത് കുറേ വെയിറ്റിംഗ് ഷെഡുകൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇത്രയും നേരം കുന്നത്തുകാൽ പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി, നമസ്കാരം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.